Here we go. We are actually studying DBMS. ഡീൽ ചെയ്യാൻ പോകുന്നത് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടായിരിക്കും. സോ അതിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി ഡൈവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആക്ച്വലി കുറച്ച് ടെർമിനോളജീസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു ടെർമിനോളജീസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഒരു ഡേറ്റ, അതുപോലെ ഒരു ഡേറ്റാബേസ് എന്ന് പറയുന്നത്? ഡേറ്റ എന്ന് പറയുന്നത് ഒരു പിക്ചർ ആകാം, അല്ലെങ്കിൽ ഒരു നമ്പർ ആകാം, അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് ആകാം, ഒരു വേർഡ് ആകാം, എന്തിനേയും നമുക്ക് ഡേറ്റ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡേറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിൽ ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സോ ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡേറ്റാബേസ് എന്നുകൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഡേറ്റാബേസിലേക്ക് വാല്യൂസിനെ കൊടുക്കാനും അവിടുന്ന് വാല്യൂസിനെ തിരിച്ച് എടുക്കാനും ആൻഡ് അതിലുള്ള വാല്യൂസിനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ DBMS എന്നുകൊണ്ട് നമ്മൾ പറയുന്നത്. സോ DBMSനെ പറ്റി പറയുകയാണെങ്കിൽ ബേസിക്കലി പല തരത്തിലുള്ള DBMS ഉണ്ട്. ലൈക്ക് RDBMS അഥവാ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഹൈറാർക്കിക്കൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തരത്തിൽ പല തരത്തിൽ എന്തുണ്ട് ഈ ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡേറ്റാബേസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡേറ്റാബേസിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഡേറ്റേനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കും ആ ഒരു ഡേറ്റാബേസിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. റിലേഷണൽ ഡേറ്റാബേസ് അഥവാ RDBMSനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി അതിൻ്റെ അകത്ത് ഡേറ്റാസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ടേബിളിൻ്റെ ഫോമാറ്റിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് ഡേറ്റാസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു റോയും അതുപോലെ ഒരു കോളം എല്ലാ രീതിയിലുള്ള ഒരു ടേബിളിൻ്റെ ഫോമാറ്റിലായിരിക്കും നമ്മൾ ഡേറ്റാസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഈ ഒരു RDBMS എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, നമുക്ക് പഠിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡേറ്റാസിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യാം. റൈറ്റ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു RDBMS എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ MySQL എന്ന് പറയുന്ന ഒരു RDBMS ആണ് നമ്മുടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു RDBMSൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ആക്ച്വലി SQL അഥവാ സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇതിനെ പറ്റിയിട്ടുള്ളൊരു പഠനമായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ ആക്ച്വലി മൂവ് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെയുള്ള ഒരു RDBMS നമുക്ക് എങ്ങനെ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, ആ ടേബിളിലേക്ക് നമുക്ക് ഇങ്ങനെ വാല്യൂ കൊടുക്കാം, അതിൽ നിന്ന് വാല്യൂ റിട്രൈവ് ചെയ്യാം, അതുപോലെ അതിനകത്തുള്ള വാല്യൂസ് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു കോഴ്സിൽ നമ്മൾ എൻ്റയർലി ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് നമ്മുടെ ഈ കോഴ്സ് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ബൈ.